വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ആണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫുൾ അക്കൗണ്ടിങ് പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കോൺസെപ്റ്റ്സ്, എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്നുള്ളത് നോക്കാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡിഫൈൻസ് ദ ബേസിക് അസംഷൻസ്, ഓക്കെ, on the basis of which financial statement of a business entity are prepared. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കുറേ അസംഷൻസ് ആണ്. ഈ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ്. നമ്മുടെ ബുക്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുറേ ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആണ്. പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്ത് വരുന്ന കുറേ കസ്റ്റംസ് ആൻഡ് ടെക്നിക്സ്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ CA-യുടെയൊക്കെ സ്റ്റഡി മെറ്റീരിയലിൽ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഒക്കെ ഇൻ്റർചേഞ്ചബിളി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് എന്താണോ കോൺസെപ്റ്റ്സ് അത് തന്നെയാണ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഒക്കെ ആയിട്ട്. ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രിൻസിപ്പിൾ, അത് തന്നെയാണ് കൺവെൻഷൻസ്. അങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് CA-ൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഇതിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ള പേരിലും ഈ കോൺസെപ്റ്റ് അറിയപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോൺസെപ്റ്റ് എന്നുള്ളത് നോക്കാം. എൻറ്റിറ്റി കോൺസെപ്റ്റ് സേസ് ദാറ്റ് ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. Hence, the personal transaction of its owner is different from the transaction of the organization. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സിൻ്റെ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. ഞാനൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ, എനിക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ്സിൻ്റെ ഓണറാണ്. അപ്പോൾ ആ ഓണറും ബിസിനസ്സും രണ്ട് ഡിഫറെൻറ്റ് പേഴ്സൺസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഈ കോൺസെപ്റ്റ് പ്രകാരം തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഓണറിൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഒന്നും എന്ത് വരില്ല, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യില്ല. ഓണറിൻ്റെ ട്രാൻസാക്ഷൻസ് വേറെ, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് വേറെ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യുക. ഈ കോൺസെപ്റ്റ് എന്താണ്, എല്ലാ ഓർഗനൈസേഷൻസിനും അപ്ലിക്കബിൾ ആണ്. അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയാലും പാർട്ട്ണർഷിപ്പ് ആയിട്ടായാലും കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനാണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിനും എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഓണർ ആ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ്, അതായത് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്താണ്, ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് എപ്പോഴും ഒരു ലയബിലിറ്റിയാണ്. ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിന് എന്താണ്, ആ എമൗണ്ട് എപ്പോഴും ഒരു ലയബിലിറ്റിയാണ്. അതായത് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഒബ്ലിഗേഷനാണ്. അത് ഒരു ലയബിലിറ്റി ആയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, ക്യാപിറ്റലിന് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുക. അതാണ് ഇവിടെ പറയുന്നത്, ദ എൻ്റർപ്രൈസ് ഈസ് ലയബിൾ ടു ദ ഓണർ ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഓണർ. അപ്പോൾ ഈ കോൺസെപ്റ്റിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബിസിനസ്സിൻ്റെ ഓണർ വേറെ, ബിസിനസ് വേറെ. ഇത് രണ്ടുപേരെയും നമ്മൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്യില്ല. ഓണറിൻ്റെ ട്രാൻസാക്ഷൻസും ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസും മിക്സ്ഡ് അപ്പ് ചെയ്യാൻ പാടില്ല. അത് രണ്ടും സെപ്പറേറ്റഡ് ആണ്. രണ്ടും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആണ്. രണ്ട് സെപ്പറേറ്റ് പേഴ്സൺസ് ആയിട്ടാണ് അവരെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് നോക്കാം. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോണിറ്ററി വാല്യൂ ഉള്ള ഒരു ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ഉള്ള ഒരു കാര്യത്തെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ട്സിലോട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ് പെർ ദിസ് കോൺസെപ്റ്റ് only those transactions which can be measured in terms of money are recorded. മണി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ട്സിലോട്ട് എടുക്കുള്ളൂ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്.
മണി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എന്ത് ചെയ്യില്ല, ബിസിനസ്സിൽ എടുക്കില്ല. അതിന് ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിൽ അതൊരു വാല്യൂ ഇല്ല. മോണിറ്ററി അല്ലാത്ത ഒരു കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കില്ല. അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സ്കിൽസ്. നമ്മുടെ കമ്പനിയിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്താണ്, നമ്മുടെ കമ്പനിക്കൊരു അസറ്റ് തന്നെയാണ്. പക്ഷേ ആ അസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതൊരിക്കലും ക്വാണ്ടിറ്റി ടേംസിൽ നമുക്കതൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് ഒരു എംപ്ലോയിയുടെ സ്കില്ലിൻ്റെ വാല്യൂ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് ആക്ച്വലി അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ കൂടെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കോൺസെപ്റ്റ്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്